ഇനി നിങ്ങൾ ചൂലുണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ചൂലാണ്. നമ്മൾ ആവശ്യത്തിനുള്ള ഈർക്കിലെടുത്തിട്ടുണ്ട്. തുമ്പ് കട്ട് ചെയ്തതോ അല്ലാത്തതോ ഈർക്കിലെടുക്കാം. ഇനി ഇതാ ഇതേപോലത്തെ വള്ളി വേണം കേട്ടോ, കട്ട് ചെയ്യാത്ത നല്ല നീളമുള്ള വള്ളി. ഇപ്പം ഞാൻ ഏകദേശം ഒരു 10 ഈർക്കൽ ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കണം. ഓക്കെ, ഇപ്പം ഇത്രയും നീളത്തിലാണ് ഞാൻ എൻ്റെ പിടി കെട്ടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഏകദേശം ഇത്ര എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ വള്ളി ഉപയോഗിച്ച് ചെറിയൊരു കെട്ടി കൊടുക്കാം. ഇതേപോലെ. ഇനി ഈ ഭാഗം മുതൽ നല്ലതുപോലെ വള്ളി നമുക്ക് ഇതേപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഈ ചുറ്റുന്നതിൻ്റെ കണക്കൊന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. 7 അല്ലെങ്കിൽ 8 തവണ ഈ രീതിയിലൊന്ന് ചുറ്റുക. നല്ല വീതിയുള്ള വള്ളിയാണെങ്കിൽ അത്രയും ചുറ്റേണ്ട ആവശ്യമില്ല. വീണ്ടും അതേപോലെ ഒരു കെട്ട്. ഞാൻ കണക്കൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇത്ര ഈർക്കിൽ നിന്നുപോലെ ചെറിയൊരു കെട്ട് ഈർക്കിലാട്ടോ എടുക്കുന്നത്. ഇതേപോലെ എപ്പോഴും ലെവലാക്കി കൊടുക്കണം. പിന്നീട് നമുക്ക് ഇത് ലെവലാക്കാൻ പറ്റത്തില്ല. വീണ്ടും ഇതേപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് പിടിച്ച് ഇതേ രീതിയിൽ തന്നെ ചുറ്റണം. അഴിഞ്ഞു പോകരുത്. ഇതേ രീതിയിൽ തന്നെ ചുറ്റണം. അപ്പോൾ ഇത് മേളിൽ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റ് അടുക്കിന് തന്നെ വെച്ച് കൊടുക്കണം. ഇതേപോലെ വീണ്ടും നമ്മൾ ഒരു കെട്ടെടുക്കുന്നു, ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം, നേരെ തിരിഞ്ഞു പോകരുത്, അടി കൊണ്ട് വെക്കരുത്. മുകളിൽ വെച്ച് വേണം ഇതേപോലെ നല്ല ടൈറ്റിൽ പിടിച്ച് കെട്ടണം. ഒരു കാരണവശാലും ലൂസ് ആവരുത്. നേരെയാക്കി വെച്ച് കൊടുക്കണം എപ്പോഴും. എങ്കിൽ മാത്രമേ നമുക്ക് വീതി കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ചൂര എല്ലാം കൂടെ കയറി ചുരുണ്ട് കൂടിയിരിക്കും. ഇതേപോലെ തന്നെ ലെവലി കണ്ട് ഇതേപോലെ മുകളിൽ വെച്ച് ചുറ്റുക. അപ്പോൾ കണക്കെപ്പോഴും ഓർത്തോണം. ഇല്ലെങ്കിൽ നമ്മൾ കെട്ടുന്ന ആ ഡിസൈന് വ്യത്യാസം വരും. അത്രയേ ഉള്ളൂ. ചൂല് കറക്റ്റായിട്ട് തന്നെ വരും, ഡിസൈന് വ്യത്യാസം വരും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ടും പോകുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന വള്ളി കുറച്ചാട്ടോ. ഞാൻ ഏകദേശം ഒരു 7 പ്രാവശ്യം ഇതേപോലെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ 7 കെട്ട് വെച്ച് ഇതേപോലെ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. നോക്കി, ഇപ്പോൾ തന്നെ ആ ഡിസൈൻ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് അങ്ങോട്ട് ചെയ്തു പോയാൽ മതി. നല്ല വീതി ഇപ്പം തന്നെ ചൂലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീതി കൂട്ടണമെങ്കിൽ അതനുസരിച്ച് കെട്ട് കൂട്ടേണ്ടി വരും. അപ്പോൾ പിടിയുടെ വലിപ്പം ചിലപ്പം കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ചൂല് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വള്ളി. അപ്പോൾ ഇത് കെട്ടുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ 1-2 ഈർക്കലിൻ്റെ ഇടയിൽ കൂടെ ആ വള്ളി എടുത്ത ശേഷം ഇതേപോലെ പ്രസ് ചെയ്തൊന്ന് വലിച്ചാൽ മതി. നല്ല ടൈറ്റായിട്ടിരിക്കും. കണ്ട് ഇതേപോലെ. വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം തിരിച്ച് മേപ്പോട്ടും പൊക്കി, ഈർക്കലിനിടയിൽ കൂടെ മേപ്പോട്ടും പൊക്കി ഇതേപോലെ ഒന്ന് വലിച്ച് നിർത്തിയാൽ മതി. ഇപ്പോൾ നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ എത്രയും വീതി വരുമെന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ തുമ്പ് നമ്മൾ കട്ട് ചെയ്യാത്തതാണെങ്കിൽ, എന്ന് വെച്ചാൽ ഓലയുടെ തുമ്പ് കട്ട് ചെയ്യാത്തതാണെങ്കിൽ നമുക്ക് കരയ്ക്കാനും തൂക്കാനും കൊള്ളാം. ഇതേപോലെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മുറ്റം അടിക്കാനും കൊള്ളാം. അതുകൊണ്ട് ഇത്രയും വീതി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.